നമസ്കാരം. തയ്യബ് എർദോഗന്റെ നിയോ ഒട്ടോമൻ ആശയങ്ങൾക്ക് ലോകവ്യാപകമായിട്ട് വലിയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നായാലും ഗ്രീസിൻ്റെ ഭാഗത്തുനിന്നായാലും എല്ലാം വലിയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഒരു ഒട്ടോമൻ സാമ്രാജ്യം സൃഷ്ടിച്ചെടുക്കുക, അത് എല്ലാ തരത്തിലും പഴയ ഭീകരവാദ, അതായത് ലോകം മുഴുവൻ ഭരിക്കേണ്ടത് ഇസ്ലാമാണ്, ആ ഇസ്ലാമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തുർക്കി ആയിരിക്കണം എന്ന തരത്തിലുള്ളതായ പുതിയ ഒട്ടോമൻ ആശയങ്ങളുമായി തയ്യബ് എർദോഗൻ ഇറങ്ങിയതാണ്. ഇതിൽ തിരിച്ചടി കിട്ടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുർക്കി ആദ്യം മുതൽ തന്നെ ഇത്തരം ഭീകരവാദ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ തയ്യബ് എർദോഗൻ വന്നതിന് ശേഷം ആ ചിന്ത വളരെ പ്രബലമായ രീതിയിൽ ആയിരിക്കുകയാണ്. പഴയ രീതിയിലുള്ളൊരു മതാധികാരത്തിലുള്ള പാരമ്പര്യം പുതുക്കിയെടുക്കുക എന്നതാണ് എർദോഗൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഇത് തുർക്കിയെ വലിയ രീതിയിലുള്ള അപകടത്തിലാക്കുമെന്നാണ് പറയുന്നത്. സിറിയ, ലിബിയ, അസർബൈജാൻ, ഖത്തർ, സൊമാലിയ ഈ മേഖലകളിലേക്കുള്ള തുർക്കിയുടെ ഒരു ഇടപെടൽ ഇതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിനോട് എർദോഗൻ എപ്പോഴും ഒരു തുറന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഹമാസിന് തുർക്കി കൊടുക്കുന്ന ഒരു പിന്തുണയുണ്ട്. ഹമാസ് ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹമാസിന് വലിയ പിന്തുണയാണ് തുർക്കി കൊടുത്തിരുന്നത്. ഇതാണ് ഒരു പരിധിക്കപ്പുറം ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിന് വഷളിലേക്ക് നീങ്ങിയത്. ഇവിടെ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വരുമ്പോഴും തുർക്കി എപ്പോഴും പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന യുദ്ധത്തിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ് തുർക്കി അതിൻ്റെ ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത്. അതുവഴി തുർക്കിയുമായുള്ളൊരു ബന്ധം വലിയ ഉലച്ചിലേക്കാണ്. തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അതോടുകൂടി തന്നെ തകരാറിലാകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അൽ-അക്സ പള്ളിയെ മുൻനിർത്തി എർദോഗൻ നടത്തിയ പ്രസംഗങ്ങളെല്ലാം ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. അത് പിന്നീട് ഇവരുടെ ഒരു വലിയ രീതിയിലുള്ളൊരു ശത്രുത ഉണ്ടാകാനായിട്ട് ഇത് കാരണമാകുകയാണുള്ളത്. ഹമാസിൻ്റെ ഒരു ഭീകരവാദ സംഘടനയാണ് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു ഔദ്യോഗിക നിലപാട്. ഇസ്രായേലിൻ്റെ മാത്രമല്ല, ഈ ഭീകരവാദത്തെ എതിർക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഔദ്യോഗികമായുള്ള കൃത്യമായൊരു നിലപാട് ഹമാസ് ഒരു ഭീകര സംഘടന തന്നെയാണ്, ഒരു ആഗോള ഭീകര സംഘടന എന്ന തരത്തിൽ തന്നെയാണ്. പക്ഷേ ഈ ഹമാസ് നേതാക്കൾക്ക് തുർക്കി രാഷ്ട്രീയ അഭയം നൽകുന്നുണ്ട്. ഇത് ഇസ്രായേലിനെ വളരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കി. മധ്യപൂർവേഷ്യയിൽ സുന്നി ശക്തി കേന്ദ്രം ഉയർന്നു വരുന്നത് ഇസ്രായേൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ പ്രദേശത്തെ സമവാക്യങ്ങൾ തകർന്നാൽ ഇസ്രായേലിൻ്റെ തന്നെ വലിയ സുരക്ഷാ പ്രശ്നത്തിലേക്ക് ഇത് വഴിതെളിക്കുമെന്ന് ഇസ്രായേലിന് കൃത്യമായി ഈ ഭാഗത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. അതിനപ്പുറം കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൻ്റെ പ്രകൃതിവാതക സമ്പത്തിൻ്റെ തർക്കങ്ങളും ഈ മേഖലയിലെ പ്രശ്നങ്ങളുമൊക്കെ തുർക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ, ഗ്രീസ്, സർപ്രസ് രാജ്യങ്ങൾ ചേർന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഊർജ്ജ സഹകരണ പദ്ധതികളെ തുർക്കി ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഇത് സൈനിക സംഘർഷങ്ങൾ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിൻ്റെ പ്രശ്നം മാത്രമല്ല, കിഴക്കൻ മെഡിറ്ററേനിയൻ ഭാഗങ്ങളിലെ ഇത്തരം പ്രശ്നങ്ങളും കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി വലിയ രീതിയിൽ മോശമായി കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഭാഗത്ത് കിഴക്കൻ മെഡിറ്ററേനിയൻ ഭാഗങ്ങളിലെ തുർക്കിയിലൊരു ഇടപെടൽ ഇപ്പോൾ ചൈനയൊക്കെ കാണിക്കുന്നത് പോലെയുള്ള ഒരു അപ്രമാദിത്വം ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ തുർക്കി ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇതും വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾക്ക് ആഗോളതലത്തിൽ തന്നെ കാരണമാകുകയാണ്. ജെറുസലേമുമായി ബന്ധപ്പെട്ട് എർദോഗൻ്റെ പ്രസ്താവനകളെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ജെറുസലേമുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഒട്ടോമൻ കാലത്ത് ജെറുസലേം സംരക്ഷിച്ചത് ഞങ്ങളാണ് എന്ന തരത്തിലുള്ളൊരു പരാമർശങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ ഒരു പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ്. ഇതിനൊക്കെയും വലിയ വിലയാണ് ഇപ്പോൾ തുർക്കി കൊടുക്കേണ്ടി വരുന്നത്. തുർക്കി സ്വയം ഒരു മുസ്ലിം ലോകത്തിൻ്റെ നേതാവായിട്ട് അവരോധിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകലാണിപ്പോൾ. ഇത് സൗദി അറേബ്യ, UAE പോലുള്ള അറബ് രാജ്യങ്ങളുമായുള്ള ഒരു സൗഹൃദം
ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് തുർക്കി ഇതൊക്കെ പറയുന്നത്. പക്ഷേ ഇത്തരം അറബ് രാജ്യങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ മാത്രമല്ല ഈ ലോകത്തുള്ളത് എന്ന് തുർക്കി ഒരിക്കലും ചിന്തിക്കുന്നില്ല. അതിനാൽ തന്നെ ഇസ്രായേൽ എർദോഗൻ ഒരു നിയോ ഓട്ടോമൻ രാഷ്ട്രീയത്തെ ഒരു സാധാരണ വിദേശ നയമല്ല, ഇത് മറിച്ച് ഇസ്രായേലിൻ്റെ ഒരു പരമാധികാരത്തിന് നേരെ നടത്തുന്ന തുർക്കിയുടെ ഒരു വെല്ലുവിളിയായിട്ടാണ് അതാണ് ഇത്തരത്തിലൊരു ബന്ധം തകരുന്നതിന് കാരണമായിട്ടുള്ളതും. തുർക്കി ഈ നിലപാടുകളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുർക്കി ഒറ്റപ്പെടുന്ന ഒരു അന്തരീക്ഷമായാണ് ഉണ്ടാകാൻ പോകുന്നത്. എങ്ങനെയാണോ ഇപ്പോൾ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, പാകിസ്ഥാൻ ഉണ്ടാകുന്ന അതേ തിരിച്ചടി തന്നെ തുർക്കിക്കും കിട്ടും. തുർക്കിയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ തന്നെ പ്രശ്നത്തിലാണ്. ഇതിന് മുന്നോട്ട് പോകുമ്പോൾ ഇതേ നിലപാടുകളാണ് തുർക്കി സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തുർക്കി വീണ്ടും വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുമെന്ന് ഉറപ്പാണ്. ഒരു നന്ദിയില്ലാത്ത രാജ്യമാണ് തുർക്കി എന്ന് ലോകവ്യാപകമായിട്ട് ഉള്ള ഒരു തിരിച്ചറിവാണ്. കാരണം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഭാരതം എത്രയോ സഹകരണങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുത്തത്. അവരുടെ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോഴും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഒക്കെ തുർക്കിയോട് ചേർന്ന് നിൽക്കുവാനാണ് ഭാരതം ശ്രമിച്ചത്. അതൊരു ഇസ്ലാമിക രാജ്യമാണ് എന്ന ചിന്ത വച്ചു പുലർത്തിക്കൊണ്ടല്ല, മറിച്ച് തുർക്കി എന്ന രാജ്യത്തെ മനുഷ്യരെ മുൻനിർത്തിക്കൊണ്ട് ഭാരതമെടുത്ത നിലപാടുകളാണ് ഇതെല്ലാം. പക്ഷേ ഇതിനെ ഒന്നും തുർക്കി പരിഗണിക്കാതെയാണ് എപ്പോഴൊക്കെ പാകിസ്ഥാൻ തങ്ങളുടെ ഭീകരവാദികളെ മുൻനിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള സമീപനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴൊക്കെയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുവാനാണ് തുർക്കി ശ്രമം നടത്തിയത്. അതൊരു മുസ്ലിം രാജ്യമാണ്. മുസ്ലിം സങ്കുചിതവാദത്തിൻ്റെ, ഇസ്ലാമിക സങ്കുചിതവാദത്തെ ആണ് തുർക്കി ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുവാനാണ് തുർക്കി ശ്രമം നടത്തിയിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും തുർക്കിക്ക് വരുന്ന ആളുകളിൽ ഇതിലും വലിയ തിരിച്ചടികളാണ് കിട്ടാൻ പോകുന്നത്. ഇത്തരം ഒരു സ്വഭാവം കാരണം, തുർക്കിയുടെ ഈ ഒരു ഇത്തരത്തിലുള്ള നിലപാടുകൾ കാരണം വലിയ തിരിച്ചടി തുർക്കിക്ക് നേരിടും എന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.